ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സോന എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടെങ്കിൽ ആക്സിഡൻ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് കണക്ക് തീ പിടിച്ച് കാറിനകത്ത് തീ പിടിച്ച് അത് കാരണമാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതോടെ തന്നെ ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി മരണപ്പെടുന്ന സമയത്തുണ്ടെങ്കിൽ 6 മാസം പ്രഗ്നൻറ്റും ആയിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഭർത്താവ് മാത്രമേ കാറിനകത്ത് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭർത്താവ് രക്ഷപ്പെട്ടു. പക്ഷേ 60% ഉണ്ടായി ശരീരമെല്ലാം പൊള്ളി എന്നുള്ളൊരു ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റെജി എന്ന് പറഞ്ഞ ഭർത്താവിന് വേറെ ഒരു സ്ത്രീയുമായിട്ട് വിദേശത്ത് ബന്ധമുണ്ടെന്നുള്ള രീതിയിലുള്ള ന്യൂസും വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് കാരണം ഉണ്ടെങ്കിൽ സോനെ മനഃപൂർവ്വം ഇത് കണക്ക് കൊന്നതാണ് അല്ലെങ്കിൽ ഇത് കണക്ക് ചെയ്തതാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ തെളിവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്തായിരുന്നാലും പലരും പല രീതിയിലുള്ള തിയറീസാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ മനഃപൂർവ്വം ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് കണക്ക് ആ പെൺകുട്ടി തന്നെ ചെയ്തതാണ്, അവനെയും കൂടെ കൊണ്ടുപോകാന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അത് സത്യമാണോ അല്ലയോ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടൊന്നുമില്ല. പല തിയറീസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ അവനെ നമുക്ക് മൊത്തത്തിൽ റെജി എന്ന് പറയുന്നതിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് തോന്നത്തില്ല. ഇത് കാരണം പറഞ്ഞാൽ അവനും 60% ഉണ്ടെങ്കിൽ ശരീരത്തിൽ പൊള്ളിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കാണിക്കും സ്വന്തം ശരീരം കളഞ്ഞിട്ട് ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ആ സിറ്റുവേഷനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലരുണ്ടെങ്കിൽ പല രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാര്യം നോക്കിയായിരിക്കും വെളിയിൽ പോകുന്നത്. പക്ഷേ ചിലരുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് കൂടെയുള്ള ആൾക്കാരെ രക്ഷിച്ച് എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനും അവിടെ നടന്നിരിക്കുക. ഇതുകൊണ്ട് മാത്രം ഉണ്ടെങ്കിൽ അയാളാണ് ചെയ്തത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായിരുന്നാലും അതിനുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്.